ദ പിക്കപ്പ് ഇന്ന് ആമസോൺ പ്രൈം വീഡിയോയിൽ ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടുള്ള പുതിയ ഇംഗ്ലീഷ് ഹൈസ്റ്റ് കോമഡി ത്രില്ലർ മൂവിയാണ്. ടീം സ്റ്റോറി സംവിധാനം ചെയ്ത് എഡി മർഫി, പീറ്റ് ഡേവിഡ്സൺ, കീക്കി പാമർ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഈ ഇംഗ്ലീഷ് സിനിമയെ കുറിച്ചാണ് ഇന്ന്. രണ്ട് ആമേർഡ് ട്രക്ക് ഡ്രൈവർമാർ റസൽ ട്രാവിസ് എന്നിവരുടെ കഥയാണിത്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ക്യാഷ് അതുപോലെ വളരെ വിലപിടിച്ച ഐറ്റംസ് ഒക്കെ യഥാസ്ഥാനത്ത് കൊണ്ട് ഡെലിവറി ചെയ്യുന്ന ഒരു ട്രക്ക് സർവീസ് ആണിത്. ഇവരുടെ ഈ ഒരു ദിവസത്തെ ഈ ഡെലിവറി ചെയ്യാനായിട്ടുള്ള യാത്ര, അതിനിടയ്ക്ക് കുറച്ച് കള്ളന്മാർ ഇവരുടെ പിന്നാലെ കൂടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ കൊള്ളാമായിരുന്നു. വളരെ ഫണ്ണിയാണ്, രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, എൻഗേജിംഗ് ആണ്, അത്യാവശ്യം ത്രില്ലിംഗുമാണ്. ഒരു ട്രക്ക് ചേസിംഗ് സീൻ ഉണ്ടായിരുന്നു, അത് കൊള്ളാമായിരുന്നു. ഭയങ്കര പുതുമയുള്ളതൊന്നുമല്ല, നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പാണ്. സ്റ്റിൽ ചുമ്മാ ഒരു രസം. നിങ്ങൾ ഈ ബഡ്ഡി കോമഡി, ആക്ഷൻ കോമഡി, ഹൈസ്റ്റ് കോമഡി സിനിമകളുടെ ഒക്കെ ആരാധകരാണെങ്കിൽ അമിത പ്രതീക്ഷയില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം പാസിന് ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു പടമാണിത്. അങ്ങനെ ആർക്കും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള യാതൊരു സംഭവങ്ങളും പടത്തിലില്ല. റസലായിട്ട് വന്നിരിക്കുന്നത് എഡി മർഫിയാണ്. പുള്ളി തന്നെയാണ് പടത്തിന്റെ ഒരു പ്രൊഡ്യൂസറും. നിങ്ങൾ എഡി മർഫിയുടെ ആരാധകരാണെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ പടം തൃപ്തിപ്പെടുത്തിയേക്കും. ട്രാവിസ് ആയിട്ട് വന്ന പീറ്റ് ഡേവിഡ്സൺ കൊള്ളാമായിരുന്നു. സോ ആയിട്ട് വന്ന കീക്കി പാമറും ഡീസന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കൊള്ളാം. ചില പാട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതും നൈസ് ആയിരുന്നു. സോ ടെക്നിക്കലി പടം ഡീസന്റ് ആണ്. പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. അതിനാണ് പടത്തിന്റെ ഒരു മെയിൻ നെഗറ്റീവ്. കാര്യമായിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റോ ഇമോഷണൽ അറ്റാച്ച്മെന്റോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറെ ലോജിക്കൽ പ്രശ്നങ്ങളും പടത്തിലുണ്ട്. സോ നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ പടം കാണാനായിട്ട്. പിന്നെന്താ, നമ്മൾ കൂടുതൽ തലയൊന്നും പോയക്കാതെ ചുമ്മാ സമയം കളയാൻ വേണ്ടി ഒരു വൈകുന്നേരം കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് വേറെ ഒന്നും കാണാനില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സോ ആകമൊത്തം ടോട്ടലിൽ ആവറേജിന് താഴെ അല്ല, ശരിക്കും ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ അമിത പ്രതീക്ഷയില്ലാതെ വേറെ ഒന്നും കാണാനില്ലെങ്കിൽ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി ഒരു തവണ കണ്ടു മറക്കാവുന്ന ഒരു പടമാണ്. അല്ലാതെ മസ്റ്റ് വാച്ചോ കിടലിന് ഐറ്റമോ ഒന്നുമല്ല. സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇംഗ്ലീഷിനൊപ്പം തന്നെ തമിഴ്, മലയാളം ഡബ്ബിംഗ് അവൈലബിൾ ആണ്. മലയാളം ഡബ്ബിംഗ് ഒരു ഓക്കെ ഫീൽ ആണ് തോന്നിയത്. 1 മണിക്കൂർ 36 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ 18+ ആണോന്ന് ചോദിച്ചാൽ ചില അഡൽട്ട് ലാംഗ്വേജ് ഡയലോഗ്സിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി.